അപ്പൊ ഇപ്പൊ നമ്മള് മിമിക്രി തുടങ്ങി, ഒബ്വിയസ്ലി ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ പലരും പറയുമല്ലോ നിനക്ക് സ്റ്റേജ് ഷോ ചെയ്തൂടെ, അല്ലെങ്കിൽ ഇപ്പൊ പ്രോഗ്രാംസിലൊക്കെ പോയി ചെയ്തൂടെ എന്നൊക്കെ. ഇപ്പൊ നമ്മുടെ മലയാളം ടെലിവിഷൻ നോക്കുമ്പോഴും ഇങ്ങനത്തെ ഒരുപാട് പേരെ എന്താ പറയാ ഡെവലപ്പ് ആക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുറെ ടാലന്റ് ഷോസ് ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോയപ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു? എങ്ങനെയാണ് അതിലോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നേ? അതിലോട്ട് പോകണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷം ആയതേ ഉള്ളൂ. ചെറുപ്പത്തിൽ പേടിയായിരുന്നു, കാരണം ചെയ്യും. പക്ഷേ ഇപ്പൊ നമുക്കിപ്പോ അവിടെ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പേടിയ ടെൻഷനായിരുന്നു, കാരണം ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പബ്ലിക് ആരില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ മടിക്കുമായിരുന്നു. കാരണം ആ സമയത്തൊക്കെ നമുക്ക് ടെൻഷനായിരുന്നു, കാരണം എന്താ ചെയ്ത് തെറ്റിപ്പോവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയാ ഇപ്പൊ മാറി. ഇപ്പൊ ഒരു പേടിയില്ല, എന്ത് വേണേലും എവിടെ വേണമെങ്കിലും ചെയ്യും. അതല്ലേ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ ഒരു പുതിയൊരു സംഭവം ചെയ്യുമ്പോൾ ഡിസ്കറേജ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ലൈക്ക് നീ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മള് എക്സ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനും നോക്കുകയാണ്, അത് റിസ്ക് ആണല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യുന്നത്, ഇതിപ്പോ വേറെ ആളുള്ള അങ്ങനത്തെ ടൈപ്പുള്ള ഡിസ്കറേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് ക്ലിയർ എടുക്കേണ്ട ആൾക്കാർ. അപ്പൊ അതിനോട് എങ്ങനെയായിരുന്നു പ്രതികരണം? ആദ്യ സമയത്തൊക്കെ ദേഷ്യം വരുമായിരുന്നു, ഞാൻ പറഞ്ഞില്ല ആരെയും ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. ആ സമയത്തൊക്കെ നമ്മള് അവിടെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ ഇതായി, കാരണം ഞാൻ ഓരോ ഇപ്പൊ കുറെ നടന്മാർ പറയുന്നില്ല, ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ ഓരോ കമന്റുകൾ നമ്മുടെ അടുത്ത് വായിക്കുമല്ലോ, അപ്പൊ അവരിത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാനും അങ്ങനെ വിട്ടു. ഇപ്പൊ വീഡിയോസ് ഇടുമ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കുറെ. ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കമന്റുകളും വന്നിട്ടില്ല. പക്ഷെ പ്രസന്റിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അംഗീകരിക്കാറുണ്ട്, ശരിയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള അംഗീകാരങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടോ? ചാക്കോച്ചന്റെ ശബ്ദം ചെയ്യാൻ തുടങ്ങിയത് തൊട്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ പോയാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ പിന്നെ നമുക്കൊരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചിനെ പോലെ ഇരിക്കുന്ന കുറെ ആൾക്കാർക്ക് ഡൂപ്പുകളുണ്ടല്ലോ, അവർക്ക് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട്. ഡബിങ്ങും ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ ഈ ഡബിങ് എന്ന് പറയുമ്പോൾ ലൈക്ക് അവരെ വിളിച്ചതാണോ ഈ ഒരു ശബ്ദം കേട്ടിട്ട്? വിളിച്ചതാ. അതായത് ആ ചാക്കോച്ചിനെ ഡൂപ്പ് ചെയ്യുന്ന ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഓക്കെ, ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അതൊരു വലിയൊരു അംഗീകാരം. കാരണം അതന്നെ, കാരണം ഇപ്പൊ ഡബ് ചെയ്യാന്ന് പറയുമ്പോൾ ടാസ്ക് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോ തന്നെ നല്ലതായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഞാന് രണ്ടു ദിവസം പോയായിരുന്നു. അപ്പൊ സ്റ്റുഡിയോ തന്നെയാണ് ചെയ്തത്. അപ്പൊ 4 വേരിയേഷൻ ആയിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ കൂടുതലും ചാക്കോച്ചന്റെ സൗണ്ട് അനുകരിക്കുന്നു, കാണാനും ചാക്കോച്ചനെ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പൊ ഇടയ്ക്ക് തോന്നാറുണ്ടോ ഇല്ല എനിക്കൊരു അതിന്ന് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം, അങ്ങനത്തെ രീതിയിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ട്. അത് നമ്മള് കള്ള പറയത്തില്ല, എനിക്ക് എന്റേതായ ഒരു ഇത് വേണം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഞാൻ എന്താ പറയാ, ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കും, പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും അങ്ങോട്ട് പൂർണ്ണതയിലായിട്ട് എത്തിയിട്ടില്ല. പിന്നെ മിമിക്രിയാണ് ഏറ്റവും ഇതായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വഴി തന്നെ ആയിരിക്കും. ഇപ്പൊ ലൈവ് വോയിസസ് ആണ് കൂടുതൽ ചെയ്യാറ്. ഇപ്പൊ പറഞ്ഞല്ലോ പണ്ടത്തെ മിമിക്രി ആർട്ടിസ്റ്റ് കൂടുതലും ഡയലോഗ്സ് പഠിക്കണമെങ്കിൽ ഇപ്പത്തെ കൂടുതലും ലൈവ് വോയിസസ് ആണ് ചെയ്യാറെന്നൊക്കെ. ഇപ്പൊ ഈ ലൈവ് വോയിസസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണല്ലോ. കാരണം ഇപ്പൊ ഒരു ഡയലോഗ് പഠിക്കണമെങ്കിൽ നമുക്കത് കാണാണ്ട് പഠിക്കാം. ഓക്കെ, ആളിങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ലൈവ് വോയിസസ് നമ്മൾ മാറ്റി മാറ്റി ചെയ്യണം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് തന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചത്? അത് നമുക്ക് ഭാവി നമുക്ക് നല്ലൊരു ഇതാണ്. കാരണം ഇപ്പൊ നമ്മൾ ലൈവ് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് അപ്പൊ അതേ ഇപ്പൊ പുതിയൊരു സിനിമ കാണാം. ഇപ്പൊ നടന്മാര് വന്നിട്ടില്ല ഡബ് ചെയ്യാൻ, ചെറിയ ഫുള്ള് കിട്ടത്തില്ല, കുറച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും.